വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് നിങ്ങൾ കേട്ട് കാണും. എൻ്റെ ഹസ്ബൻഡ് നാട്ടിലെത്തിയിട്ടുണ്ട്, എൻ്റെ മോനുണ്ട്. സോ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ആണ് നിങ്ങൾ കേൾക്കുന്നത്. സോ പ്ലീസ് ഡു ഫൊർഗീവ് മീ. ഞാൻ ചെയ്യാൻ പോകുന്നത് നോട്ട് ജസ്റ്റ് ഐ മേക്കപ്പ്, ഒരു ഫുൾ ഡെയിലി വെയർ മേക്കപ്പ് ആണ് കാണിക്കാൻ പോകുന്നത്. സോ ഐ ഹോപ്പ് യു വിൽ എൻജോയ് ദ വീഡിയോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഞാനിപ്പോൾ എൻ്റെ സ്കിൻ പ്രപ്പൊക്കെ കഴിഞ്ഞു. ഞാൻ പ്രൈമർ യൂസ് ചെയ്യുന്നില്ല. ഞാനൊരു മോയ്സ്ചറൈസർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ബട്ട് ഒരു പ്രൈമർ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ യൂസ് എ ലൈറ്റർ മോയ്സ്ചറൈസർ. ബട്ട് പ്രൈമർ യൂസ് ചെയ്യാത്ത ആൾക്കാർക്ക് ഒരു നല്ല രീതിക്കുള്ള ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ ഇട്ടിട്ട് വേണം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ. ഞാൻ ഇന്ന് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല. ഞാനൊരു കൺസീലർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു ഡെയിലി മേക്കപ്പ് ആയതുകൊണ്ട് നമുക്ക് ഫൗണ്ടേഷൻ്റെ ആവശ്യം വരുന്നില്ല. ഒരു കൺസീലർ മതി, ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്കിന്നൊന്ന് സെറ്റായി എടുക്കാനായിട്ട് കൺസീലറിൻ്റെ ആവശ്യം അവിടെ വരുന്നുള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടീൻ്റെ ഒരു കൺസീലറാണ്. യൂസ് ചെയ്യുന്ന ഷെയ്ഡ് 02 സാൻഡ് സേബിൾ. കുറച്ച് ഏരിയാസിൽ മാത്രമേ നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യാൻ പോകുന്നുള്ളൂ. ബ്യൂട്ടി ബ്ലെൻഡറോ ബ്രഷസോ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് മൈ ഫിംഗേഴ്സ്. ഐ ബിലീവ് നമ്മുടെ ഫിംഗേഴ്സ് ആണ് ദ ബെസ്റ്റ് ബ്ലെൻഡർ. കാരണം ഫിംഗേഴ്സ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് ബ്ലെൻഡ് ആകും. അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ നമ്മുടെ കയ്യിൽ വോംത്ത് കൊണ്ട് തന്നെ അത് നല്ല രീതിക്ക് മെൽറ്റ് ആകും ഇൻറ്റു ആ സ്കിൻ. ഫിംഗേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ഫേസിൽ കൺസീലറൊക്കെ ബ്ലെൻഡാക്കിയേക്കുന്നത്. ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. സോ ഫേസിലെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഈ അടുത്ത ഐബ്രോസ് ചെയ്യാൻ പോവാണ്. ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല. സോ നിങ്ങൾ ആ ഒരു വൃത്തിയോട് സഹിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഞാനിന്ന് വിചാരിച്ചു പോയി ത്രെഡ് ചെയ്യണമെന്ന്, ബട്ട് പറ്റിയില്ല. സോ പ്ലീസ് യു ഹാവ് ടു സൈറ്റിഫൈ. ഓക്കെ, ഐബ്രോസിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻസൈറ്റിൻ്റെ ഒരു ഐബ്രോ പാലറ്റാണ്. നമ്മൾ ഒരിക്കലും ഒരു ബ്ലാക്ക് ഐബ്രോ പെൻസിൽ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഐബ്രോ പൗഡർ എടുത്തിട്ട് നമ്മുടെ ഐബ്രോ വരയ്ക്കരുത്. ഓക്കെ, ഒരു നാച്ചുറൽ ഫിനിഷ് വേണമെങ്കിൽ എപ്പോഴും ഒരു ബ്രൗൺ, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് വേണം നമ്മൾ നമ്മുടെ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ലൈറ്റ് ഐബ്രോ കളർ തന്നെയാണ്, ആംഗുലർ ബ്രഷ്. ഓക്കെ, ഇതിൻ്റെ കൂടെ വരുന്നത് തന്നെയാണ്. ഒരു നാച്ചുറൽ ലുക്ക് ആയതുകൊണ്ട് തന്നെ ഐബ്രോസ് ഞാൻ അങ്ങനെ ഷാർപ്പായിട്ടൊന്നും വരയ്ക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ആ ഗ്യാപ്സ് മാത്രമേ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ദിസ്. ഐബ്രോസ് കഴിഞ്ഞു. ഇനി അടുത്തത് ടു ദ ഐസ്. ഐസിന് ഞാൻ യൂസ് ചെയ്യുന്നത് മാസിൻ്റെ ഒരു ഐബ്രോ പാലറ്റാണ്. ഈ പാലറ്റിൽ നിന്ന് ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ഫുൾ ഐലിഡ്സ് ഒന്ന് നല്ല രീതിക്ക് അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. ഈ ഐസും കൂടെ നമുക്കൊന്ന് വരയ്ക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു പിങ്ക് ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എൻഡിൽ മാത്രം ഒന്ന് വരയ്ക്കണം കേട്ടോ. ലൈറ്റായിട്ട് വരച്ചാൽ മതി. പിന്നെ ഒരു ഗ്ലിറ്ററി ഷെയ്ഡ് എടുത്തിട്ട്, ഇതൊരു കോപ്പറി ഗ്ലിറ്ററി ഷെയ്ഡാണ്, അത് യൂസ് ചെയ്തിട്ട് നമ്മുടെ സെൻറ്റർ ഓഫ് ദ ഐലിഡിലൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യണം. ഓക്കെ, ടച്ച് ചെയ്തിട്ട് പിന്നീട് ജസ്റ്റ് ഒന്ന് ഇൻവേർട്സിലും ഔട്ട്വേർഡ്സിലുമായിട്ട് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഐ ഷാഡ് ഇട്ട് കഴിഞ്ഞു. ദെൻ സ്ട്രെയിറ്റ് ടു ഐലൈനർ ആൻഡ് കാജൽ. ഐലൈനറിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഡാസ്ലറിൻ്റെ ഒരു ഐ പെന്നാണ്. ഈ ഐ പെൻ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു പോസിറ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അത് നല്ല രീതിക്ക് ഷേപ്ഡ് ആയിട്ട് വരും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് കിടക്കത്തില്ല, നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടും. ഞാൻ ചെറിയൊരു വിങ് ആണ് വരയ്ക്കാൻ പോകുന്നത്.
ഒരു തിക്ക് സ്ട്രോക്ക് ഒരിക്കലും വരയ്ക്കരുത്. എപ്പോഴും ഒരു തിന്നായിട്ടുള്ളൊരു സ്ട്രോക്ക് വരച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഐലൈനർ ഇട്ട് കഴിഞ്ഞു. ദെൻ ടു കാജൽ. കാജലിന് ഞാൻ യൂസ് ചെയ്യുന്നത് നൈക്കയുടെ തന്നെ ഒരു നല്ലൊരു പിഗ്മെൻറ്റഡ് കാജലാണ്. ദിസ് ഇസ് എ വെരി ഗുഡ് പ്രോഡക്റ്റ്. കാജൽ ഞാൻ തിക്കായിട്ട് വരയ്ക്കുന്നില്ല, ലൈറ്റായിട്ട് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. കാരണം നല്ല രീതിക്ക് ഒന്ന് ഐലൈനർ ഇട്ടിട്ടുള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ചെറിയൊരു സ്ട്രോക്ക്, ദാറ്റ്സ് ഇറ്റ്, ബസ്. ഐൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. അടുത്ത യൂസ് ചെയ്യുന്നത് ഒരു ബ്ലഷിനായിട്ട് ഞാൻ ഇൻസൈറ്റിൻ്റെ വേക്കപ്പ് എസെൻഷ്യൽസ് ബ്ലഷർ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 02 റാസ്ബെറി ജെലാറ്റോ. അത് ജസ്റ്റ് ഒന്ന് 2 ഫിംഗേഴ്സിൽ ഒന്ന് അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അപ്വേർഡ് ഡയറക്ഷൻ, ഇങ്ങനെ പോരുത്, അപ്വേർഡ് ഡയറക്ഷൻ ചെയ്തിട്ട് നല്ല രീതിക്കൊന്ന് ബ്ലെൻഡ് ചെയ്യണം. സോ ബ്ലഷ് യൂസ് ചെയ്ത് കഴിഞ്ഞു. ബ്ലഷ് ഇട്ടപ്പോൾ തന്നെ ഒരു ഫേസിൽ ഭയങ്കര ഒരു ബ്രൈറ്റനിങ് ഫീലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്ലഷ്. ഈ ബ്ലഷ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഡ്യൂവി ഫീലാണ് തരുന്നത് നമ്മുടെ സ്കിന്നിന്. ഒരു ക്രീം ബ്ലഷാണിത്. സോ നല്ല രീതിക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത ഒരു നാച്ചുറൽ ഗ്ലോ ഫ്രം വിത്തിൻ, അതാണ് ഇതിൻ്റെ റിസൾട്ട്. ദെൻ ടു ദ ലിപ്സ്. ആദ്യം നമ്മൾ ലിപ്സ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മാർസിൻ്റെ ഒരു ലിപ്പ് ലൈനറാണ്. ദിസ് ഇസ് ഇൻ ദ ഷെയ്ഡ് കൊക്കോ ബട്ടർ. ഔട്ട്ലൈൻ ചെയ്തിട്ട് എപ്പോഴും ആ ഔട്ട്ലൈൻ ചെയ്ത ഭാഗം ഒന്ന് സ്മഡ്ജ് ചെയ്യണം കേട്ടോ. നല്ല രീതിക്കൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ട് ദെൻ സ്ട്രൈറ്റ് ടു ലിപ്സ്റ്റിക്കിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റുഡിയോയുടെ ലിപ്പ് മോസെ, ആൻഡ് ദിസ് ഇസ് ഇൻ ദ ഷെയ്ഡ് കൊക്കോ സിൻ. സോ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു ആൻഡ് എല്ലാം സെറ്റായി. പിന്നെ ലാസ്റ്റ് ഒരു കുഞ്ഞു പൊട്ട് വയ്ക്കുന്നുണ്ട്. യാ, ദാറ്റ്സ് ഇറ്റ്. പൊട്ടില്ലാതെ എന്ത് ലുക്കല്ലേ. സോ ദിസ് ഇസ് ദ ഫൈനൽ ലുക്ക്. ഈ മേക്കപ്പ് ഓഫീസ് വെയർ, ഡെയിലി വെയർ, ഇതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓൾ സെറ്റ്. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് subscribe to my channel. See you in the next video. Bye.